അത് മാത്രമല്ല 2 പ്രാവശ്യമാണ് പുള്ളിക്കാരൻ എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തത് 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം എൻ്റെ താടിയിൽ പിടിച്ച്, ഒരു പ്രാവശ്യം പക്ഷെ അത് കണ്ടപ്പോൾ വലിയ ഒരു ഫെദർ ടച്ച് ആയിട്ടാണ് തോന്നിയത്. ഫെദർ ടച്ച് ആയിരുന്നാലും ശരി, ഹെവി ടച്ച് ആയിരുന്നാലും ശരി, എനിക്കത് ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമില്ലാതെ ഞാൻ അടുത്ത കാര്യം വേറെ ആൾ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ പറയും അതെനിക്ക് ഇഷ്ടമല്ല, ഇനി ചെയ്യരുത്. ഒരു പ്രാവശ്യം ചെയ്തല്ലോ, ഓക്കെ, ഇനി ചെയ്യരുത്. അത് ആ പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ തന്നെ ഇതിനു മുമ്പ് പിന്നെ ജിൻഡോയായിട്ടൊരു പ്രോബ്ലം ഉണ്ടായപ്പോഴും ജിൻഡോയെയും പ്രൊവോക്ക് ചെയ്തത് ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് പ്രൊവോക്ക് ചെയ്തത്. പക്ഷേ ജിൻഡോ പ്രതികരിച്ചില്ല. എല്ലാവരും അങ്ങനെ അല്ലല്ലോ, എല്ലാവരും അങ്ങനെ അല്ലല്ലോ. കാര്യം ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും കളർ, ഇത്രയും കാർ, ഇത്രയും വണ്ടി, ബൈക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായത്. അതുപോലെ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യല്ലോ. അതെ അല്ലേ? അപ്പം അതും റോങ് ആണ്. ഒരു കണ്ടസ്റ്റന്റ് ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലേ? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ക്യാരക്ടർ അല്ലേ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നതിനേക്കാളും. കണ്ടസ്റ്റന്റ് ഓക്കെ, നമ്മൾ ഒരു ഓട്ടം മത്സരിച്ച് പോകുന്നു, എല്ലാവരും കണ്ടസ്റ്റന്റ് ആണ്, എല്ലാവരും ഓടുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും ഡിഫറെന്റ് ക്യാരക്ടർ ആയിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പം എൻ്റെ ക്യാരക്ടർ വേറെയാണ്, വേറെ കണ്ടസ്റ്റന്റ് ക്യാരക്ടറൊക്കെ വേറെയാണ്. നിങ്ങൾക്കത് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഞാൻ ഡിഫറെൻ്റ് ആണ്. അല്ല, അതിനകത്ത് ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ കുറേ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതുപോലെ തന്നെ ബോഡി ടച്ചിങ് പാടില്ല, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ അസോൾട്ട് അതും ഒരിക്കലും പാടുന്നുള്ള കാര്യം അതൊക്കെ എഗ്രിമെൻറ്റിൽ ഉണ്ടായിട്ടാണ് നമ്മളവിടെ കയറുന്നത്. പക്ഷേ ആ സമയത്ത് അതൊന്നും മനസ്സിൽ വരാതെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ ഷോർട്ട് ടെമ്പേർഡാണോ? ഒരിക്കലും അല്ല, എനിക്ക് മനസ്സിലായത് എന്നെ പരമാവധി, അതായത് ഞാൻ ക്ഷമിക്കുന്നതിൻ്റെ ഭൂമിയോളം ക്ഷമിക്കും. പക്ഷേങ്കിൽ അതിനപ്പുറമൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അതല്ല, ഒരു ഇൻസൾട്ടിങ്ങിൻ്റെ പരമാവധി നിങ്ങളത് കണ്ട ആ ഒരു ആക്ട് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ വഴക്കൂടിയിട്ടൊക്കെ ഉണ്ട് അവിടെ, ഇല്ലയെന്നല്ല. പക്ഷേങ്കിൽ ഞാനത് പ്രോപ്പർ വേയിലായിരിക്കും വഴക്കൂടുന്നത്, അല്ലേ? ജെന്യൂൻ ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അഗ്രഷൻ ലെവൽ ഞാൻ കാണിക്കും, ഓപ്പോസിറ്റ് ആളും കാണിക്കും. പക്ഷേ ആ ഓപ്പോസിറ്റ് ആളിനെ ഒരു എന്തുവാ പറയാ, ഒരു ഇൻസൾട്ട് ചെയ്ത് ഒരു ചീള് കേസായിട്ട് കാണുന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ഒരു ആക്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ എല്ലാ കൺട്രോളും അവിടെ വെച്ച് കൈവിട്ട് പോയതാണ്. സോ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്, പക്ഷെ സംഭവിച്ചു പോയി. ആക്ച്വലി ഇപ്പം ആ ഇടിച്ചത് എന്തിനാണെന്നോ അല്ലെങ്കിൽ അത് നമ്മളാ ചെയ്തത് എന്തിനാണെന്നോ നമുക്ക് ഇപ്പോഴും ഇതുവരെ പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ ചിലരുടെ വികാരമാണല്ലോ. ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവമായിരിക്കത്തില്ല നിങ്ങൾക്ക്. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന തരത്തില്ല. പക്ഷെ അവിടെ അതൊന്നും കണ്ടില്ല. അവിടെ പറഞ്ഞത് തുടരാന്ന് പറയുന്നു, എന്താ കുണുവാവെന്ന് പറയുന്നു. ആ കുണുവാവ എന്നുള്ള വാക്ക് ഇപ്പോൾ ഇവിടെ ഫേമസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നു. പെട്ടെന്ന് ഒന്ന് താടി പിടിക്കുന്നു, എനിക്ക് തോളി തൊട്ടതിന് ശേഷം തോന്നുന്നു ഇടിക്കുന്നത്, അല്ലേ? അതെ, താടി പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി ടച്ച് ചെയ്യല്ല. അത് സിജോ കാണിച്ചത് മോശമാണ്. ടച്ച് ചെയ്യലെന്ന് പറയുന്നത് ടച്ച് ചെയ്തത്. പക്ഷെ അത് ഒരു മനുഷ്യൻ പറയാണ് ടച്ച് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഞാൻ അടിക്കുന്നു പറയുകയും ചെയ്തു. ഉണ്ട് ഒരിക്കലും അത് പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യത്തോളം പറഞ്ഞു. വേറൊരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിടത്തും പറയാത്തൊരു പോയിന്റാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോയിൽ ബിഹൈൻഡിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? ഇതിൻ്റെ ഒരു അഗ്രഷൻ ലെവൽ നമുക്കിപ്പം ഒരു 1 2 3 എന്നുള്ള സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 നെക്സ്റ്റ് 2 3 എന്നുള്ളത് ഫിസിക്കലിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമുക്ക് ഇൻസൈഡിൽ നിന്ന് നമ്മളെ തടയാൻ പറ്റും. ഇപ്പോൾ ബിഗ് ബോസിന് ഓക്കെ റോക്കി സിജോ നിർത്തുക, കൺഫെഷൻ റൂമിലോട്ട് വരിക, നമ്മൾ കോമൺലി കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും ബിഗ് ബോസ് ഇടപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ പ്രോബ്ലത്തിൽ അതിൻ്റെ പീക്കിൽ പോയി അതിൻ്റെ അവസാനത്തെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കഴിഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു. സോ സൈക്കോളജി, പിന്നെ അതിനകത്തുള്ള ആളിൻ്റെ മാനസികാവസ്ഥ, ഇതെല്ലാം നമ്മളെക്കാളും നന്നായിട്ട് അതിനകത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ. അതെ, മാനസികാവസ്ഥ. സോ നമ്മൾ കാര്യം വെച്ചാൽ പ്രോപ്പറായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 110% ഞാൻ പിന്നെ ഈ ഷോയ്ക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ജെന്യൂൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിന്നതാണ്. ഒരിക്കലും എൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് നാളെ ഒരു സമയത്ത് ഒരാൾ പറയല്ലോ റോക്കി വേറൊരു ആളിൻ്റെ അവസരം തുളച്ചാണ് അകത്ത് കയറിയെന്ന്. അതുകൊണ്ട് ബെസ്റ്റ് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, എല്ലാത്തിലും ബെസ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഡെഡിക്കേഷൻ ഞാൻ ഈ ഷോയിൽ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 16 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ,
പക്ഷേ ആ 16 ദിവസം ഞാൻ നിന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു ചാനലിൽ നിന്ന് ഇപ്പോൾ എന്നെ ഒന്ന് ഈ സമയത്ത് ഇത്രയും നിങ്ങൾ തന്നെ പറഞ്ഞില്ല, ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് 16 ദിവസം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തത് എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിവിടെ വന്നത്. ഒരാളെ ഇടിച്ചതിൻ്റെ പേരിൽ എന്തായാലും നമ്മൾ ഇന്റർവ്യൂ എടുക്കത്തില്ല, ഒരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ യു ആർ ജെന്യൂൻ പേഴ്സൺ. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ അവിടെ നിന്നപ്പോൾ ഈ ഋഷിയായിട്ടുള്ളൊരു സംഭവം, ജാസ്മിനായിട്ട് ഒരു കോൺട്രവേഴ്സീസ് വന്നപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നോമിനേഷനിൽ ഋഷിയുടെ പേര് പറയും, അത് ഗബ്രിയും ജാസ്മിനോട് ചേർന്നിട്ടുള്ളൊരു സംഭവമാണെന്ന് വന്നപ്പോൾ ആദ്യമൊക്കെ ഋഷി മാത്രം സംസാരിക്കുകയും പിന്നെ അതിനകത്ത് താങ്കൾ ഇടപെടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? കാര്യം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നല്ലതിനെ നമ്മളെപ്പോഴും അംഗീകരിച്ചിട്ടേ ഉള്ളൂ അല്ലേ. നല്ലതും ചീത്തയും കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ബ്രോ. അതായത് ഞാൻ വളരെ ചെറുതിലേ തന്നെ ഞാൻ ബിസിനസ് ഫീൽഡിലോട്ട് വന്നതും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഓ ഓക്കെ ഇത് പിന്നെ ഇയാളാണെന്ന് പിടികിട്ടും, ഓക്കെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ പല കാര്യങ്ങൾ, പല ആൾക്കാരെ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിലുള്ള ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളെ ഇപ്പോഴത്തെ സീസൺ 6 വിന്നറായിട്ടുള്ള ജിൻഡോ. ജിൻഡോ ഇപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. ജിൻഡോയെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജിൻഡോയുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതിരുന്നതാണ് ഷോക്ക് അടിച്ചത്. മീൻസ് അത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ബ്രോ. കാര്യം ഞാൻ 16 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഈ 16 ദിവസവും ജിൻഡോ എന്നുള്ള ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങനെ എന്തോ പറയാ, ഈ ഒരു കപ്പിലോട്ടൊന്നും എത്തുന്ന ഒരു അതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അവസരവാദം ഭയങ്കരമായിട്ട് കള്ളം പറയും. ഭയങ്കരമായിട്ട് കള്ളം പറയുമെന്ന് വെച്ചാൽ കള്ളത്തിൻ്റെ പീക്ക് ലെവലിൽ കള്ളം പറയും. പിന്നെ അതുപോലെ തന്നെ എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്ന് പുള്ളിക്കാരനെ ഒന്നും അറിയണം. ഇപ്പം റോക്കിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത, റോക്കി മറ്റൊന്ന് ഇടിച്ചതല്ലേ, അത് വിട് ബ്രോ. ആ ഇടിച്ച കേസ് വിടുക, മാറ്റി നിർത്തുക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സോറി ചോദിച്ചു, ഞാൻ വേണ്ടിതാ ഒരിക്കൽ കൂടെ സോറി പറയാം. അപ്പം അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകും ബ്രോ. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് അവിടെ ഒരു ഇത് നടന്ന് എന്തോ പറയുക ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ പുള്ളിക്കാരൻ 2 നാരങ്ങ, 4 പിന്നെ മുളക്, 1 പാവയ്ക്ക, പിന്നെ 1 പച്ച മാങ്ങ, 1 പീസ് ഇഞ്ചി, വലിയ ഇഞ്ചി, ഇത്രയും കഴിച്ച് പുള്ളിക്കാരൻ എടുത്ത് തിന്നെയാണ്. അപ്പം സോ ഞാനൊക്കെ വണ്ടടിച്ചു പോയി. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സംഭവം നമ്മുടെ ഇതൊക്കെ തന്നെ എല്ലാം ശരി തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ശരീരത്തിനോടോ അല്ലെങ്കിൽ നമുക്കൊരു എത്തിക്സ് ഇല്ല, ഇത്രയും നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. ടാസ്കായിരുന്നു. അതായത് വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തും ചെയ്യുന്നുള്ള ആൾക്കാരുണ്ടല്ലോ, എന്ത് ചെയ്താലും എനിക്കിത് വേണം, ഏതറ്റം വരെയും പോവും ഞാൻ. ആരെ കൊന്നിട്ടാണെങ്കിലും, ആരെ പറ്റിച്ചിട്ടാണെങ്കിലും, ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും, ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ടാസ്ക്. കാര്യം ആ ടാസ്കിൽ അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ പുള്ളിക്കാരൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല, പുള്ളിക്കാരൻ വേറെ ആളാണെന്ന് എനിക്ക് അപ്പോഴേ പിടികിട്ടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എന്നെ ഹർട്ട് ചെയ്തിട്ട് കയ്യിനെ പിടിച്ച് മുറിവേൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ സിജോയുടെ പേരിൽ ക്ലെയിം ചെയ്തിട്ട് സിജോയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതിനകത്ത് സംസാരം ഉണ്ടായി. പുള്ളിക്കാരൻ സ്വയം പരിക്കേൽപ്പിച്ചിട്ട് വേറെ ആളിൻ്റെ മേലിൽ ക്ലെയിം ചെയ്ത്. അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്.